എന്നാൽ ഇത്തരം പുരോഹിതന്മാർ അള്ളാഹുവോ അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ചയും പൂരവും കഴിക്കുമ്പോൾ, അവരെ വിളിച്ച് സഹായം തേടുമ്പോൾ വഴിതെറ്റുന്നത് അവരുടെ അനുയായികൾ മാത്രമല്ല, മറിച്ച് നിങ്ങൾ ഈ കാഴ്ചയൊന്ന് കണ്ടു നോക്കൂ. ഈ പാവപ്പെട്ട അമ്മമാർ ഈ ജാറത്തിലേക്ക് വന്ന് ആ കബറാളിയോട് പ്രാർത്ഥിക്കുകയാണ്. വേദഗ്രന്ഥം നൽകപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ നിങ്ങളെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാതെ, ശിർക്കിൽ നിന്നും അവരെ തടയാതെ, അവർക്ക് ആരാധന ചെയ്യാൻ വേണ്ടി ഈ ജാറമുണ്ടാക്കിയതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ പിടിക്കപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നുബുവത്തിന്റെ വാക്കുകളിലൂടെ നമ്മെ അറിയിച്ചു, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമിയിൽ ഒരു ഭവനം പണി കഴിപ്പിച്ചാൽ നാളെ അതിനു പകരമായി അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ അവനൊരു ഭവനം നൽകുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ആരെങ്കിലും ഈ ഭൂമിയിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ ഒരു ഭവനമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അവർക്ക് എന്താണ് നാളെ പരലോകത്ത് കിട്ടാനുണ്ടാവുക?